വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിയുള്ള ഈ ആത്മീയ സന്ദേശം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് നന്ദി. ഒരു പ്രസംഗികന്റെ ശൈലിയിലല്ല, നിങ്ങളെ ഒരു സ്നേഹിതനെ പോലെ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് നിങ്ങളുടെ തോളിൽ കൈവച്ചുകൊണ്ട് നിങ്ങളോട് പറയുവാൻ എനിക്കാഗ്രഹമുള്ള ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് പങ്കിടുവാൻ എൻ്റെ ഹൃദയത്തിൽ കർത്താവായ യേശു പ്രേരണ തന്ന വിഷയം ക്രിസ്തീയ പൗരോഹിത്യം എന്നതാണ്. ഈ വിഷയം വ്യക്തമാക്കേണ്ടതിന് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ സെന്റ് പീറ്റർ എഴുതിയ, വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഒരിക്കൽ കൂടെ ആ തിരുവെഴുത്ത് നമുക്ക് ശ്രദ്ധിക്കാം. ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ബൈബിൾ ദൈവവചനമായതിനാലും ബൈബിൾ പ്രഭാഷണത്തിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു എന്നതിനാലും ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹനീയമായ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ ഇങ്ങനൊരു നല്ല അവസരം ഈ ഭൂമിയിൽ നൽകിയതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ഈ യാത്ര, ഞങ്ങളുടെ ഈ ജീവിതം ഇനി എത്ര ദിവസം കൂടി ഉണ്ട് എന്ന് ഞങ്ങൾ അറിയാത്തതിനാലും ഇവിടം വിട്ടാൽ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഹാജരാകേണ്ടി വരുമെന്നുള്ളത് നിശ്ചയമായതിനാലും ഈ അതിപ്രധാനപ്പെട്ട സമയം അങ്ങയുടെ വചനത്തിന് മുൻപിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള കർത്താവേ, അങ്ങയുടെ വചനം ഗ്രഹിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാകയാൽ വചനം കേൾക്കുന്ന ഞങ്ങൾ ജീവൻ പ്രാപിപ്പാൻ കൃപ ചെയ്യണമേ. ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാകയാൽ വചനം കേൾക്കുന്ന ഞങ്ങൾ ശക്തി പ്രാപിപ്പാൻ ഇടയാക്കണമേ. ദൈവത്തിന്റെ വചനം ചൈതന്യമുള്ളതാകയാൽ വചനം കേൾക്കുന്ന ഞങ്ങൾ ഇപ്പോൾ ചൈതന്യം പ്രാപിപ്പാൻ ഇടയാക്കുമാറാകണമേ. ദൈവത്തിന്റെ വചനത്തിന് വിടുതൽ നൽകുന്ന ശക്തിയുള്ളതിനാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വിടുതലും സ്വാതന്ത്ര്യവും പ്രാപിപ്പാൻ ഇടയാക്കണം. വിശേഷാൽ ഈ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന വിഷയം ഗ്രഹിപ്പാൻ ഞങ്ങളുടെ അകത്തെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കു വേണ്ടിയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിലടിയൻ പ്രാർത്ഥിക്കുന്നു. വചനത്താലുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഒരുമിച്ച് അനുഭവിപ്പാൻ കൃപ ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, നാം വായിച്ച വചനത്തിൽ കർത്താവായ യേശു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് വളരെ ലളിതമായി വ്യക്തമാക്കിയിരിക്കുന്നു. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായതും ആകാശഭൂമികൾ മാറിയാലും മാറ്റം വരാത്തതുമാകയാൽ തിരുവചനങ്ങളെ അതിൻ്റെതായ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണ്. ഈ തിരുവെഴുത്ത് നമ്മുടെ കയ്യിലെത്തുവാൻ വളരെ 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 കഷ്ടപ്പാടുകൾ ദൈവം ചെയ്തിട്ടുണ്ട്, അഥവാ അനേകരിലൂടെ ദൈവം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിൽ ഈ തിരുവചനം നമ്മുടെ കയ്യിൽ സാധാരണ വിലയ്ക്ക് അഥവാ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഈ തിരുവെഴുത്തിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം നാം ഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നാം ആദ്യം തന്നെ ഓർക്കണം. ലോകത്തിൽ അനേക ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും നാം മറിച്ച് വായിച്ചിട്ട് പിറ്റേ ദിവസം അത് നഷ്ടപ്പെടുത്തി കളയുമ്പോൾ തലമുറകളായി അനേക ഭാഷകളിൽ തിരുവെഴുത്തുകൾ തർജ്ജമ ചെയ്യുകയും അനേക ആവർത്തി വായിക്കുകയും ചെയ്തിട്ടും ഇത് മനുഷ്യന് പിന്നെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനോടുള്ള സ്നേഹം, ഇതിനോടുള്ള ബഹുമാനം, ഇതിനോടുള്ള ആർത്തി മനുഷ്യന് വർദ്ധിച്ചു വരുന്നു. ഈ കാലഘട്ടത്തിൽ
എന്തെങ്കിലും മനുഷ്യന് വിശ്വസിക്കാവുന്നതുണ്ടെങ്കിൽ, വായിക്കുവാൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ഈ വചനത്തിലെ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. യേശു ക്രിസ്തു മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കേണ്ടത് മനുഷ്യനായി ഈ മണ്ണിൽ വന്ന് മനുഷ്യന്റെ പാപനിമിത്തം കഷ്ടമനുഭവിച്ചു മരിച്ചു. ഇതാണ് ഈ വാക്യത്തിന്റെ ആകത്തുക. ഇവിടെ ദൈവം എന്ന വിഷയം, ക്രിസ്തു എന്ന വിഷയം, മനുഷ്യൻ എന്ന വിഷയം, പാപമെന്ന വിഷയം, ഇതെല്ലാം വ്യക്തമായി വെളിപ്പെട്ടു വരുന്നു. ക്രിസ്തുവും ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന ചോദ്യം പെട്ടെന്നൊരു ശ്രോതാവിന്റെ മനസ്സിൽ ഉദിക്കാവുന്നതാണ്. മനുഷ്യന് മനസ്സിലാകാവുന്ന ഭാഷയിലാണ് ബൈബിൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 നാമങ്ങളിൽ ത്രിഏക ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. ത്രിഏക ദൈവം എന്ന വാക്ക് ബൈബിളിൽ ഇല്ലെങ്കിലും ആ ആശയം ബൈബിളിലുമുണ്ട്, ഈ പ്രപഞ്ചത്തിലെല്ലായിടത്തുമുണ്ട്. യേശു ക്രിസ്തുവാണ് ദൈവത്തെ മനുഷ്യ കുടുംബത്തിന് വെളിപ്പെടുത്തിയത്. യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ, മനുഷ്യവേഷത്തിൽ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി മണ്ണിൽ സഞ്ചരിച്ചുവെന്ന് തിരുവെഴുത്തുകൾ ആധികാരികമായി തെളിയിക്കുന്നു. അപ്പോൾ തന്നെ യേശു ക്രിസ്തു തന്റെ പിതാവിനെ വിളിക്കുകയും പിതാവിനോട് പ്രാർത്ഥിക്കുകയും പിതാവിനെക്കുറിച്ച് മനുഷ്യനോട് സംസാരിക്കുകയും ചെയ്തത് വളരെ വ്യക്തമാണ്. അതിനകത്ത് യേശുക്രിസ്തുവിന്റെ ഈ പ്രഭാഷണത്തെ വേണ്ടവണ്ണം മനസ്സിലാകാതെ വന്നപ്പോൾ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് യേശുക്രിസ്തുവിനോട് ആവശ്യപ്പെട്ടതായ ഒരു പ്രത്യേക സംഭവം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരുണത്തിൽ യേശു പറഞ്ഞ മറുപടി വ്യക്തമാണ്. ഞാൻ ഇത്ര നാളും നിങ്ങളോട് കൂടെ ഇരുന്നിട്ട് നിങ്ങൾ പിതാവിനെ കണ്ടില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു. ചുരുക്കത്തിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും സർവശക്തനും സർവവ്യാപിയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ഉടമസ്ഥനുമായ മഹാദൈവം മനുഷ്യന് കാണാവുന്ന രൂപത്തിൽ ഒരു മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ട് വന്നവനാണ് യേശു ക്രിസ്തു. ബൈബിളിലെ കൊലോസ് ലേഖനത്തിൽ ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു: യേശു ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശു ക്രിസ്തു മനുഷ്യ ശരീരം എടുത്തത് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിക്കേണ്ടതിനു വേണ്ടിയായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഇങ്ങനെ ഈ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. ക്രിസ്തു മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഇവിടുത്തെ പ്രശ്നം ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിന്റെ മുഖ്യ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നു. അതായത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. അകന്ന 2 വ്യക്തികളെ തമ്മിൽ അടുപ്പിക്കുവാൻ മൂന്നാമതൊരുവൻ രംഗത്ത് വരുന്നു. ഇവിടെയാണ് പൗരോഹിത്യം എന്ന വിഷയം ഉദിക്കുന്നത്. മനുഷ്യൻ ദൈവത്തോടാകുന്നത് എപ്പോൾ, എങ്ങനെ? ഇതാണ് ഈ വിഷയത്തിലെ ഒന്നാമത്തെ ചിന്ത. വിശുദ്ധ ബൈബിളിന്റെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചുവെന്നും മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവനായി അവനെ സൃഷ്ടിച്ചുവെന്നും ദൈവത്തിന്റെ അംശമായ ആത്മാവ് അവന്റെ ഉള്ളിൽ കൊടുത്തുവെന്നും അവന്റെ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള പരമാധികാരം ദൈവം മനുഷ്യന് കൊടുത്തുവെന്നും ബൈബിൾ വ്യക്തമാക്കുന്നു. ഇങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടത്തിൽ തിരഞ്ഞെടുത്ത മാർഗങ്ങളിൽ അവൻ ദൈവത്തിൽ നിന്ന് അകലുവാൻ കാരണമായി തീർന്നു. ഇങ്ങനെ പാപം ചെയ്ത് അഥവാ ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വന്നതായി വിശുദ്ധ ബൈബിളിന്റെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. ഇതൊരു പഴയ കഥയാണെങ്കിലും ബൈബിൾ ആധികാരികമായി സംശയലേശമെന്നേ പറയുന്ന ഈ ചരിത്രം മനുഷ്യ കുടുംബത്തിന്റെ ചരിത്രമാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ പഴയ ചരിത്രം നമുക്ക് നിഷേധിക്കുവാൻ കഴിയുകയില്ല. ഇതിനേക്കാൾ ആധികാരികമായ ഒരു ചരിത്രം ഇന്നുവരെ ആരും കണ്ടുപിടിക്കുകയോ തെളിയിക്കുകയോ ചെയ്തിട്ടില്ലാത്തതിനാലും ഇത് ദൈവവചനമായതിനാലും ഇവിടെ കൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നിന്നകന്ന മനുഷ്യനെ കാണുവാനായി വന്ന ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്ന് ഒളിക്കുന്നതായിട്ടാണ് ബൈബിൾ നമുക്ക് തരുന്നതായ ചിത്രം. ഇങ്ങനെ ഒളിക്കുന്ന മനുഷ്യനെ ദൈവം തമ്പുരാൻ സ്നേഹത്തോടെ വിളിച്ച് അടുപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യൻ പറയുന്നു, ഞാൻ നഗ്നനാണ്, എനിക്ക് നിന്റെ അടുത്ത് വരാൻ കഴിയുകയില്ല.
ഇവിടെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നു. ഇങ്ങനെയാകുന്ന മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം തന്നെ അവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്നു. അവിടെ ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് അതിന്റെ തോലുകൊണ്ട് മനുഷ്യന്റെ നഗ്നത മാറ്റി അങ്ങനെ ദൈവം മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ക്രിയ ആരംഭിക്കുന്നു. അവിടെ അല്പം വിവരണത്തിന് വേണ്ടി ഞാൻ മുതിരുന്നു. പാപം ചെയ്ത മനുഷ്യൻ അഥവാ ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യൻ നഗ്നനായി തീർന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അങ്ങനെ നഗ്നനായി തീർന്നു എന്ന് ബോധ്യം വന്ന മനുഷ്യൻ തന്റെ നഗ്നത മാറ്റുവാൻ സ്വയമേ ചില കാര്യങ്ങൾ ചെയ്തതായിട്ടും ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അത് ലളിതമാണ്. അത്തിയില, ഒരു പ്രത്യേകതരം വൃക്ഷത്തിന്റെ ഇല കൊണ്ട് അവർ വസ്ത്രമുണ്ടാക്കി നഗ്നത മാറ്റിയതായി കാണുന്നു. എന്നാൽ വെയിലുറച്ചപ്പോൾ ആ വസ്ത്രം നഷ്ടപ്പെട്ടു പോയതായും കാണുന്നു. ഇവിടെ യുക്തിവാദികൾക്കും നിരീശ്വരന്മാർക്കും ധാരാളം ചോദ്യങ്ങൾക്ക് അവസരമുണ്ടാകുന്നു. ദൈവം എന്തിന് ഈ വിധത്തിലുള്ള ഒരു സംവിധാനം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചു? അഥവാ നമുക്കേവർക്കും അറിയാവുന്നതുപോലെയുള്ള തിന്നരുതെന്ന നിബന്ധനയുള്ള വൃക്ഷം എന്തിനു സൃഷ്ടിച്ചു? അത് തിന്ന് മനുഷ്യൻ നഗ്നനായി തീരത്തക്കവണ്ണം ദൈവം ഒരു തമാശല്ലേ ചെയ്തത്? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം വിശദീകരണം വിശദമായി പറയുവാൻ കഴിയും. എങ്കിലും ചുരുക്കമായി പറയട്ടെ. ദൈവം തമ്പുരാൻ മനുഷ്യനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഞാനോ നിങ്ങളോ ഉന്നയിക്കുന്ന ന്യായങ്ങളൊന്നും ആദിമ മനുഷ്യൻ ഉന്നയിച്ചിട്ടില്ല എന്നതാണ് ഇതിന് പറയുവാനുള്ള ഒന്നാമത്തെ ഉത്തരം. എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, പാസ്റ്ററെ, നിങ്ങളുടെ 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കുത്താൻ വരുന്ന ഒരു കാട്ടാനയുടെ മുമ്പിൽ നിങ്ങൾ നിർത്തുമോ? ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല. കത്തിച്ച് വിളക്കി വെച്ച ഒരു പന്തത്തിന്റെ മുൻപിൽ നിങ്ങളുടെ 3 വയസ്സുള്ള കുട്ടിയെ നിങ്ങൾ നിർത്തുമോ? ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ടുമില്ല. എങ്കിൽ എന്നെ നിരീശ്വരവാദി എന്ന് വിളിക്കരുത്. ഏദൻ തോട്ടത്തിലെ നമ്മുടെ ദൈവം അതുപോലെ ഒരു ക്രിയയല്ലേ ചെയ്തത്? കുത്താൻ വരുന്ന ഒരു കാട്ടാനയുടെ മുമ്പിലല്ലേ പാവം ആദാമിനെ നിർത്തിയത്? ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിനു പോലും ഒതുക്കാൻ മേലാത്ത പിശാചിന്റെ മുൻപിലല്ലേ പാവപ്പെട്ട ആദാമിനെ ദൈവം തമ്പുരാൻ നിർത്തിയത്? ഇത് നീതിയാണോ? കത്തിച്ചു വെച്ച പന്തം ഒരു കൊച്ചിന്റെ മുമ്പിൽ വെച്ചാൽ അത് നിശ്ചയമായും ആ തീയിൽ പോയി പിടിച്ചതിന്റെ കൈപൊള്ളും. അത് നാം ചെയ്യില്ലെങ്കിൽ ദൈവമേ ചെയ്തത് ശരിയാണോ? എന്നോട് ചോദിച്ച ചോദ്യകർത്താവ് വിദ്യാഭ്യാസമുള്ള ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ. എനിക്ക് ചെറുപ്പക്കാരനോട് വളരെ ബഹുമാനം തോന്നി. ഒരു ക്രിസ്തീയ പ്രവർത്തകൻ, ഒരു ക്രിസ്തീയ പാസ്റ്റർ എന്ന നിലയിൽ ആ ചെറുപ്പക്കാരനോട് പാസ്റ്ററിന്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നെനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ അറിയാം. എന്റെ കാഴ്ചപ്പാട് അതാണ്. ബൈബിളിലെ സംശയങ്ങൾ ചോദിക്കുന്നവരെ അടിച്ചമർത്തുന്നത് ശരിയല്ല. സംശയം ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുവാൻ അറിയില്ലെങ്കിൽ പഠിക്കുക. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് പ്രതിവാദം ചോദിക്കുന്ന ഏതൊരു മനുഷ്യനോടും സൗമ്യതയോടെ ഉത്തരം പറയണമെന്നാണ് ബൈബിളിലെ വ്യവസ്ഥ. എങ്കിലും ഈ ചെറുപ്പക്കാരന്റെ കുനിഷ്ഠ ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറയുവാൻ അപ്പോൾ എനിക്ക് കഴിയാത്തതിനാൽ ഞാൻ എൻ്റെ അന്തരാത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഈ ചെറുപ്പക്കാരനൊരു മറുപടി കൊടുക്കണം. എൻ്റെ ഉള്ളിൽ പെട്ടെന്നതിനൊരു മറുപടി ലഭിച്ചു. ഞാൻ ചോദിച്ചു, മോനെ, ആദമിനെ ദൈവം തമ്പുരാൻ ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഒരു മറുപടി ആദം പറഞ്ഞില്ലല്ലോ. കർത്താവെ, എന്തുകൊണ്ട് ഈ വൃക്ഷം നീ സൃഷ്ടിച്ചു? എന്തിന് സാത്താനെ ഇവിടെ വെച്ചു? എന്തുകൊണ്ട് എന്നോട് ഇതൊന്നും പറഞ്ഞില്ല? ഈ വക ന്യായങ്ങൾ നിശ്ചയമായും അവിടുത്തെ പ്രതി വാദിയോട് ചോദിക്കേണ്ടതാണ്. ഇതൊന്നും ആദം ചോദിക്കാത്തതിനാൽ ആദമിന്റെ മനസാക്ഷിയിൽ ദൈവത്തിന്റെ മുമ്പിൽ പറയുവാൻ ന്യായങ്ങൾ ഒന്നുമില്ല എന്നത് നിസ്തർക്കമായ സംഗതിയാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സാധാരണ ഉപദേശിമാർ പറയുന്നതിനേക്കാൾ ന്യായമായ മറുപടിയാണ് ഉപദേശി പറഞ്ഞത്. എങ്കിലും പാവം ആദാമിന് ദൈവത്തോട് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെന്നോർത്ത് നമുക്കുത്തരം പറയാൻ കഴിയില്ലേ? അതൊരു ന്യായമായ കാര്യമാണ്. പക്ഷെ ഞാനൊരു വസ്തുത പറയട്ടെ, ആദം അത്ര പാവമൊന്നുമല്ല. ഇന്നത്തെ മുഴുവൻ യുക്തിവാദികളുടെയും പിതാവായിരുന്നു ആദം. കാരണം ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ എന്ന ചോദ്യത്തിന് ഉത്തരം യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതി. അതിന് അദ്ദേഹം യേസും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത്, നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു എന്ന് പറഞ്ഞാൽ 1-ാം പ്രതി ദൈവമേ നീ, 2-ാം പ്രതി എന്റെ ഭാര്യ. നീ ഈ ഭാര്യയെ തന്നതുകൊണ്ടാണ് ഞാനത് തിന്നാൻ കാരണമായത്. ഇത്ര യുക്തി പറയാൻ കഴിയുന്ന ആൾക്ക് ഞാനോ നിങ്ങളോ പറയുന്ന ഈ യുക്തികൾ എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല? ആകയാൽ ദൈവത്തിന്റെ മുമ്പിൽ
മനുഷ്യന്റെ യുക്തി വിലപ്പോകയില്ലെന്ന് ഒന്നാം മനുഷ്യൻ നമ്മെ ഇപ്പോൾ ഉപദേശിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും ധാരാളം യുക്തികളും ന്യായങ്ങളും ദൈവത്തോട് പറയുവാൻ മനസ്സിൽ കാണും. പക്ഷേ അത് നിങ്ങൾക്കൊരു സാധാരണ ഉപദേശിയോട് പറയാം. പക്ഷേ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മുമ്പിൽ നിങ്ങൾക്കൊരു ന്യായീകരണത്തിന് അവസരമുണ്ടാകുകയില്ല. ഇത് സത്യമാണ്, ഇത് സത്യമാണ്. ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ ന്യായങ്ങളൊന്നും പറയുവാൻ ഇവനില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ വസ്തുത നിങ്ങളോട് വ്യക്തമാക്കട്ടെ. ദൈവം അങ്ങനെ ഒരു വൃക്ഷം സൃഷ്ടിച്ചു, പിശാചവനെ പ്രേരിപ്പിച്ചു. ഇതെല്ലാം നഗ്നസത്യമാണ്. എങ്കിൽ പോലും തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നു. ആ സെക്കൻഡിൽ തേജസ് നഷ്ടപ്പെട്ടു, അവർ നഗ്നരായി. അപ്പോൾ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് അബദ്ധം പറ്റി എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് വാവിട്ട് നിലവിളിക്കണം, കർത്താവേ, ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, പിശാചെന്നെ ചതിച്ചു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കടത്തി പറയുന്നു, ദൈവം തമ്പുരാൻ പെട്ടെന്ന് ഇടപെട്ട് അവരെ സഹായിക്കുമായിരുന്നു. പക്ഷേ ആദം നിലവിളിച്ചില്ല, കരഞ്ഞില്ല. അവൻ സ്വയം നീതീകരിച്ചു. തെറ്റുപറ്റിയതായിട്ട് അവൻ സമ്മതിക്കുന്നില്ല. അവനും അവന്റെ ഭാര്യയും കൂടെ ചിന്തിച്ചു, ഈ പഴം അഥവാ ഈ കൽപ്പന ലംഘിച്ചതുകൊണ്ട് നമുക്കിപ്പോൾ സംഭവിച്ചത് നമ്മുടെ തേജസ് നഷ്ടപ്പെട്ടു. സാരമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അവർ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നത്തെ വാക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള വാക്ക്. അതെ, പെട്ടെന്ന് അവർ തൽക്കാലം ഒരു ക്രമീകരണം ഉണ്ടാക്കി ദൈവത്തിന്റെ മുമ്പിൽ നിന്നു. ഇവിടെ മതം എന്ന വാക്ക് രംഗത്ത് വരുന്നു. അതായത് ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ മനുഷ്യൻ ഉടുപ്പുണ്ടാക്കി കൊടുക്കുന്ന ടെക്സ്റ്റൈലുകളാണ് മതങ്ങൾ. ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ മതങ്ങൾ മനുഷ്യന് ഉടുപ്പുണ്ടാക്കി കൊടുക്കുമ്പോൾ സുവിശേഷം ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ മനുഷ്യന് ഹൃദയം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്നാമത്തെ മനുഷ്യൻ ദൈവമുമ്പാകെ നിൽക്കുവാൻ സ്വന്തം കൈ കൊണ്ട് ഉടുപ്പുണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ഉടുപ്പുമായി അവൻ ദൈവത്തിന്റെ മുമ്പിലേക്ക് വരുന്നു. ദൈവം തമ്പുരാൻ, സർവജ്ഞാനിയായ ദൈവം തമ്പുരാൻ ഒരു കാര്യം മനസ്സിലാക്കി. ഇവൻ തെറ്റ് ചെയ്തു, പക്ഷെ തെറ്റ് സമ്മതിക്കാൻ തയ്യാറല്ല. ഇവന്റെ തെറ്റ് മറയ്ക്കാൻ ഇവന്റെ കയ്യിൽ ന്യായീകരണങ്ങളുണ്ട്. ആകയാൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ, മനുഷ്യന്റെ സ്വന്തം ഇഷ്ടത്തിൽ പാപത്തിന് പരിഹാരമുണ്ടാക്കി അവൻ തന്നെ ഉണ്ടാക്കിയ ഉടുപ്പുമായി നീതീകരണവുമായി ദൈവസന്നിധിയിൽ വരുവാൻ അവൻ ഇഷ്ടപ്പെടുന്നു. ആകയാൽ സ്വന്തം പ്രയത്നം കൊണ്ട് പാപമോചനവും നീതീകരണവും ഉണ്ടാക്കുവാൻ മനുഷ്യൻ ആഗ്രഹിച്ചു എന്നതിനാൽ ഒരു നീണ്ട കാലഘട്ടം അതിനുവേണ്ടി ദൈവം കൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അന്നു മുതൽ ദീർഘവർഷങ്ങൾ മനുഷ്യൻ സ്വന്തമായി പാപപരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ തുടങ്ങി. അതിനുവേണ്ടി ദൈവം തന്നെ ചില വ്യവസ്ഥകൾ കൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് നാം കയറുന്നു. പുറപ്പാട് പുസ്തകത്തിലേക്ക് കയറിയപ്പോൾ പാപിയായ മനുഷ്യൻ പരിശുദ്ധനായ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ മതപരമായ കർമാനുഷ്ഠാനങ്ങൾ ദൈവം കൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഭൂമിയിലെ ഒന്നാമത്തെ മതമായ യഹൂദ മതവും ഭൂമിയിലെ ഒന്നാമത്തെ പൗരോഹിത്യമായ അഹരോന്യ പൗരോഹിത്യവും നിലവിൽ വരുന്നു. അങ്ങനെ അഹരോൻ എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ നേതൃത്വത്തിൽ ഭൂമിയിലെ ഒന്നാമത്തെ പൗരോഹിത്യം. ഈ പൗരോഹിത്യത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ നൽകിയിരിക്കുന്ന ആധികാരികമായ ചില രേഖകൾ എൻ്റെ സ്നേഹിതൻ ഇവിടെ നിങ്ങൾക്കായി വായിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ പുറപ്പാട് പുസ്തകം 28 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. അഹരോനെയും അഹരോന്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയാസർ, യുഥാമാർ എന്നിവരെയും തന്നെ. നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കേണ്ടതിന് അവന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ചിത്രത്തയിലുള്ള നീലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. നിന്റെ സഹോദരനായ അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനും അവന്റെ പുത്രന്മാർക്കും
വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ എടുക്കണം. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. അതിൻ്റെ 2 അറ്റത്തോട് ചേർന്നതായി 2 ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. അത് കെട്ടിമുറുക്കുവാൻ അതിന്മേലുള്ളതായി ചിത്രപ്പണിയായ നടുക്കെട്ട് അതിൽ നിന്ന് തന്നെ അതിൻ്റെ പണി പോലെ പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ആയിരിക്കണം. ശ്രദ്ധിക്കൂ സ്നേഹിതരെ, ഈ വേദഭാഗങ്ങൾ വായിക്കുന്നത് നമുക്കത്ര സുഖകരമല്ല. കാരണം ബൈബിളിലെ കുറെ പഴയ ആചാരങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് അവിടെ വായിക്കുന്നത്. എങ്കിൽ പോലും നാം വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. അതായത് ബൈബിളിലെ ഒന്നാമത്തെ പൗരോഹിത്യം, ലോകത്തിലെ ഒന്നാമത്തെ പൗരോഹിത്യം, ഇത് ഇവിടെ കാണാം. അബ്രഹാമിന്റെ മക്കളായ ഇസ്രയേൽ മക്കളിൽ 12 ഗോത്രങ്ങൾ നിലവിലുള്ളതിൽ അഹരോന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ഈ പൗരോഹിത്യം ദൈവം തമ്പുരാൻ കൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ലേവി ഗോത്രത്തിൽപ്പെട്ട അഹരോന്റെ കുടുംബത്തിനു വേണ്ടി ഈ പൗരോഹിത്യം ലഭിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ധൃതി പിടിച്ചുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ഈ വിഷയങ്ങളൊന്നും ആഴമായി ശ്രദ്ധിക്കുവാൻ നമുക്ക് സമയം കിട്ടാറില്ല. എങ്കിലും നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ബൈബിളിലെ ഒന്നാമത്തെ പൗരോഹിത്യം എല്ലാവർക്കും ലഭിക്കുന്നതല്ല. യഹൂദന്മാർക്ക് ഇടയിൽപ്പെട്ട ലേവി ഗോത്രത്തിൽ മാത്രം പെട്ട അഹരോന്യ കുടുംബത്തിൽ മാത്രം ജനിക്കുന്നവർക്ക് ലഭിക്കുന്ന പൗരോഹിത്യമാണ് അഹരോന്യ പൗരോഹിത്യം. ഇതിലെ ഒന്നാമത്തെ പുരോഹിതന്റെ പേരാണ് അഹരോൻ. ക്രിസ്തീയ പൗരോഹിത്യത്തെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും പുറപ്പാട് പുസ്തകത്തിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നാം കാണുന്ന അഹരോൻ വിവാഹിതനാണ്, വിവാഹിതനായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ മക്കൾ ആണ് തുടർന്ന് പുരോഹിതന്മാരാകേണ്ടത്. ഇവിടെ തന്നെ ചില തെറ്റായ ധാരണകൾ നാം അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ട് മനഃപൂർവ്വം ലംഘിക്കുകയാണോ എന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. എങ്ങനെ പുരോഹിതന് വിവാഹം വിലക്കാൻ കഴിയും? അവിവാഹിതനായിരിക്കണം പുരോഹിതൻ എന്ന നിബന്ധന ബൈബിളിൽ നിന്ന് വന്നതോ മറ്റു മതത്തിൽ നിന്ന് വന്നതോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ പെട്ടെന്ന് പിണങ്ങാതെ ചിന്തിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മരണം കാണാതെ എടുക്കപ്പെട്ട മനുഷ്യനെക്കുറിച്ച് ബൈബിൾ പറയുന്നു, അദ്ദേഹം വിവാഹിതനായിരുന്നു. ഒന്നാമത്തെ മഹാപുരോഹിതൻ വിവാഹിതനായിരുന്നു. നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒന്നാമത്തെ അപ്പോസ്തലനും വിവാഹിതനായിരുന്നു. അങ്ങനെയെങ്കിൽ വിവാഹം ഒരിക്കലും വില കുറഞ്ഞ കാര്യമോ വിലക്കപ്പെടേണ്ട കാര്യവുമോ അല്ല. അത് ആത്മീയതയ്ക്ക് ചേരാത്തതല്ല, അത് ആത്മീയതയ്ക്ക് അനിവാര്യമായതാണ്. ഒന്നാമത്തെ മഹാപുരോഹിതനായ അഹരോൻ വിവാഹിതനാണ്. പൗരോഹിത്യത്തിന്റെ ക്രമത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടക്കട്ടെ. ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു പ്രത്യേക കുടുംബത്തിന് ഈ പൗരോഹിത്യം ദൈവം തമ്പുരാൻ കൽപ്പിച്ച് കൊടുക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവർക്ക് പ്രത്യേകം യൂണിഫോം ദൈവം തമ്പുരാൻ കൽപ്പിച്ചു കൊടുക്കുന്നു. അവരുടെ വസ്ത്രത്തിൽ പൊന്ന് വളരെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എന്ന് ഈ ഭാഗം ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കൂടാതെ വിലമതിക്കാൻ കഴിയാത്ത, ഇന്നത്തെ കാലഘട്ടത്തിൽ വില നിർണയിക്കാൻ കഴിയാത്ത വില കൂടിയ മുത്തുകൾ ഈ വസ്ത്രത്തിൽ പതിപ്പിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഓർഡിനറി വസ്ത്രമല്ല, സാധാരണക്കാരന് ഇടാവുന്നതോ വാങ്ങാവുന്നതോ അല്ലായിരുന്നു പുരോഹിതന്റെ വസ്ത്രം. വിശേഷാൽ മഹാപുരോഹിതന്റെ വസ്ത്രം അതിശ്രേഷ്ഠവും വളരെയധികം വില കൂടിയതുമാണ്. ഇന്നങ്ങനെയൊരു വസ്ത്രം സാധാരണ ആർക്കും ഉണ്ടാക്കാൻ കഴിയുകയില്ല. അത്ര വില കൂടിയ വസ്ത്രമാണ് മഹാപുരോഹിതനുടെ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചത്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഇവൻ സാധാരണക്കാരനല്ല, ഇവനെ ജനം ബഹുമാനിക്കണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥനാണ് പുരോഹിതൻ. വിശുദ്ധ ബൈബിളിൽ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന 2 ഔദ്യോഗിക ശുശ്രൂഷകന്മാരുള്ളതായി കാണുന്നു. അതിലൊന്ന് പുരോഹിതൻ, മറ്റേത് പ്രവാചകൻ. പുരോഹിതൻ മനുഷ്യനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ കാര്യം ദൈവത്തോട് സംസാരിക്കുന്നു. പ്രവാചകനാകട്ടെ
ദൈവത്തിനും മനുഷ്യനുമിടയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കാര്യം മനുഷ്യനോട് സംസാരിക്കുന്നു. ഇങ്ങനെ അതിപ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് പുരോഹിതൻ ചെയ്യുന്നത്. ആകയാൽ പുരോഹിതന്റെ വസ്ത്രം വിലയേറിയതായിട്ട് ദൈവം കൊടുത്തു. ഇവൻ സാധാരണ മനുഷ്യനാണെങ്കിൽ പോലും ഇവന്റെ വസ്ത്രം നിമിത്തം ഇവൻ അസാധാരണക്കാരനായി മാറണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. മറ്റാർക്കും ഇടാൻ അനുവാദമില്ലാത്തതും മറ്റൊരു കടയിലും ഉണ്ടാക്കാത്തതും ഉണ്ടാക്കാൻ പാടില്ലാത്തതുമായ വസ്ത്രമാണ് ഇവർ ധരിക്കേണ്ടത്. ഇവരിടുന്ന വസ്ത്രം തന്നെ നിർമ്മിക്കേണ്ട നൂലേതാണെന്നും മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നും അത് നിർമ്മിക്കേണ്ട വ്യക്തികൾ ആരൊക്കെയാണെന്നും ദൈവം തമ്പുരാൻ മുൻകൂട്ടി നിയോഗിച്ചിരുന്നു. അങ്ങനെ ദൈവത്താൽ നിയമിക്കപ്പെട്ട വ്യക്തികളാൽ, ദൈവത്താൽ നിർദ്ദേശിക്കപ്പെട്ട വസ്തുക്കളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വസ്ത്രങ്ങളാൽ അഹരോന്യ പൗരോഹിത്യം അലങ്കരിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ ഈ പൗരോഹിത്യം നിലവിൽ വന്ന് മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്ന ശുശ്രൂഷ ചെയ്തു പോന്നു. എങ്ങനെ മനുഷ്യൻ ദൈവത്തോട് അടുക്കും? ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഒരു ആലയമുണ്ടാക്കുന്നു. ഈ ആലയത്തിൽ മനുഷ്യൻ വരുമ്പോൾ മനുഷ്യന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായുള്ള യാഗവുമായി വരികയും ഈ യാഗം പുരോഹിതൻ വാങ്ങി മനുഷ്യന് വേണ്ടി അർപ്പിക്കുകയും അങ്ങനെ മനുഷ്യൻ പാപമോചനം പ്രാപിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു എന്നതാണ് പഴയ നിയമ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. ഞാൻ അതിന്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കട്ടെ. പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടത് വേണ്ടി ദൈവം തന്നെ ആരംഭിച്ച മാർഗമാണ് പൗരോഹിത്യം എന്നത്. പാപിയായ മനുഷ്യനെ പരിശുദ്ധനായ ദൈവത്തോട് അടുപ്പിക്കുവാൻ പുരോഹിതൻ എന്ന മധ്യസ്ഥൻ വേണ്ടി വന്നു. ഈ പുരോഹിതനെ ഒരു പ്രത്യേക കുടുംബത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുക്കുന്നു. ഈ പുരോഹിതന് പ്രത്യേക സ്ഥാനവസ്ത്രം ദൈവം കൊടുക്കുന്നു. മാത്രമല്ല, ഈ പുരോഹിതന് ശുശ്രൂഷിക്കുവാൻ ദൈവം ഒരു ആലയം ഉണ്ടാക്കുന്നു. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 25 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ വിശദമായി വിവരിക്കുന്നു. അതെല്ലാം വിസ്താര ഭയത്താൽ ഞാൻ ചുരുക്കുന്നു. പഠിക്കുവാൻ താല്പര്യമുള്ളവർ ഈ അധ്യായങ്ങൾ വായിക്കട്ടെ. ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെടുന്നു. പുറപ്പാട് 25:8. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. സർവശക്തനായ ദൈവം മനുഷ്യനോട് അടുക്കുവാൻ, ഇടപെടുവാൻ വേണ്ടി ഉണ്ടാക്കിയ ആലയമാണ് ദൈവാലയം. അങ്ങനെ ഭൂമിയിലെ ഒന്നാമത്തെ ദൈവാലയം സ്ഥാപിക്കപ്പെടുന്നു. ഇതിന്റെ പേര് സമാഗമന കൂടാരം. അർത്ഥം മനുഷ്യനും ദൈവവും കണ്ടുമുട്ടുന്ന സ്ഥലം. ഇതാണ് സമാഗമന കൂടാരം എന്നതിന്റെ അർത്ഥം. സംഗമം സ്ഥാനം. വിശദമായി പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്ന സ്ഥലം, ദൈവം മനുഷ്യനെ അംഗീകരിക്കുന്ന സ്ഥലം, ദൈവവും മനുഷ്യനും തമ്മിൽ നിരപ്പ് പ്രാപിക്കുന്ന സ്ഥലം. ഇതാണ് സമാഗമന കൂടാരം. ഈ കൂടാരത്തിന്റെ നിർമ്മാണ വ്യവസ്ഥിതികൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിവരിക്കട്ടെ. ഇതിനെ 3 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. ഒന്ന്, പ്രാകാരം എന്ന് വിളിക്കും. ഇത് പൊതുജനങ്ങൾക്ക് വന്നു നിൽക്കാനുള്ള സ്ഥലമാണ്. രണ്ടാമത്തേത് വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കുന്നു. ഇത് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കുവാനുള്ള സ്ഥലമാണ്. മൂന്നാമത്തേത് അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കുന്നു. ഇവിടെ മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ പ്രവേശനമുള്ള സ്ഥലമാണ്. ഇങ്ങനെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത വീണ്ടും വർദ്ധിക്കുന്നു. ഈ ദൈവാലയത്തിന്റെ രണ്ടാം ഭാഗത്ത് പുരോഹിതന്മാർക്ക് മാത്രവും മൂന്നാം ഭാഗത്ത് മഹാപുരോഹിതന് മാത്രവും പ്രവേശനം അനുവദിച്ചിരിക്കുന്നു, മറ്റാർക്കും അനുവദിച്ചിട്ടില്ല എന്ന വസ്തുത കൂടെ വെളിപ്പെടുമ്പോൾ പൗരോഹിത്യത്തിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. ഇങ്ങനെ ദൈവാലയത്തിന്റെയും ഗൗരവം ഇതിലൂടെ വർദ്ധിക്കുന്നു. ഇവിടെ എന്താണ് സാധാരണയായി നടക്കുന്നത്? പാപിയായ മനുഷ്യൻ, ദൈവത്തോട് അകന്ന മനുഷ്യൻ, കുറ്റബോധമുള്ള മനുഷ്യൻ പ്രായശ്ചിത്ത ബലിയുമായി പ്രാകാരത്തിൽ വരുന്നു. അവിടെ വെച്ച് പുരോഹിതൻ അവന്റെ വഴിപാട് സ്വീകരിക്കുന്നു. ഒരു മൃഗത്തെ അവന് വേണ്ടി അവിടെ കൊല്ലുന്നു. അതിന്റെ രക്തം അവിടുത്തെ യാഗപീഠത്തിൽ അർപ്പിക്കുന്നു. അതേ തുടർന്ന് ഈ പാപിയായ മനുഷ്യൻ നീതീകരണം പ്രാപിച്ചവനായി വീട്ടിലേക്ക് മടങ്ങുന്നു. ഇവിടെ ചില പോരായ്മകളും ന്യൂനതകളുമുണ്ട്. അവയെക്കുറിച്ചാണ് നാം ഇനിയും ശ്രദ്ധിക്കാൻ പോകുന്നത്. ഈ ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ച് ചുരുക്കമായി വിവരിക്കാം. ക്ഷമയോടെ കേൾക്കണമേ. ഈ പ്രാകാരത്തിൽ, അതായത് മുറ്റത്ത്, പൊതുജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രധാനമായി ഇരിക്കുന്ന ഉപകരണം യാഗപീഠമാണ്. ഈ യാഗപീഠത്തിങ്കിലാണ് മനുഷ്യന്റെ പാപത്തിന്റെ പ്രായശ്ചിത്ത യാഗം നടക്കുന്നത്. അവിടെ മൃഗത്തെ കൊന്ന് അർപ്പിച്ചാൽ അവിടെ കൊണ്ട് ആ ശുശ്രൂഷ തീരുന്നില്ല. പുരോഹിതൻ ആ മൃഗത്തിന്റെ രക്തവുമായി ഈ ആലയത്തിനകത്തേക്ക് പ്രവേശിക്കണം. ഇങ്ങനെയാണ് ആ ശുശ്രൂഷയുടെ രീതി. ഇതിനെ എല്ലാം കൂടെ പഠിക്കുവാൻ ആണ്ടിലൊരിക്കൽ നടക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും.
മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ജനത്തിന്റെ പാപത്തിനും തന്റെ പാപത്തിനും വേണ്ടി പ്രായശ്ചിത്തം അർപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്നേ ദിവസം ജനമെല്ലാം കൂടും. അന്നേ ദിവസം അറുക്കുന്ന മൃഗത്തിന്റെ രക്തം യാഗപീഠത്തിങ്കൽ അർപ്പിച്ച ശേഷം ഒരു പാത്രത്തിൽ രക്തവുമായി ദേവാലയത്തിനകത്തേക്ക് പുരോഹിതൻ കയറും. ഈ ദേവാലയത്തിന്റെ അകത്തൂടെ കയറി അതിപരിശുദ്ധ സ്ഥലത്തെത്തി അവിടെ രക്തം തളിക്കുമ്പോഴാണ് ഈ ശുശ്രൂഷ അവസാനിക്കുന്നത്. അതുവരെയും ജനം പുറത്ത് കാത്തു നിൽക്കും. ഇങ്ങനെ പൗരോഹിത്യ ശുശ്രൂഷ വളരെ ശ്രേഷ്ഠമായി ഇവിടെ നടന്നു വരുന്നു. ഈ ശുശ്രൂഷകളും ഈ യാഗവും ഈ പുരോഹിതനും എല്ലാം വരുവാൻ പോണ യേശുക്രിസ്തുവിന് നിഴൽ ആയിരുന്നു എന്ന് യേശുക്രിസ്തു വന്നപ്പോൾ വ്യക്തമായി. ഈ വസ്തുത നാം ബോധ്യപ്പെടണമെന്നതാണ് ഈ പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ ഈ പൗരോഹിത്യത്തിന്റെ വിശദീകരണം വീണ്ടും പറയട്ടെ. ദൈവം തമ്പുരാൻ ആരംഭിച്ച പൗരോഹിത്യം വില കുറഞ്ഞതല്ല, അത് വില കൂടിയതാണ്. ഈ വിധത്തിൽ നിയമപ്രകാരം നിർദ്ദേശപ്രകാരം പൗരോഹിത്യ ശുശ്രൂഷകളും ആലയവും യാഗവും കർമ്മങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ യഹൂദ സമുദായത്തിൽ ഒരു കൂട്ടം ആളുകൾ ഈ ആത്മീയ പ്രവർത്തനത്തെ വിമർശിക്കുവാൻ മുന്നോട്ട് വന്നു. വിമർശനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഏറെക്കുറെ 200-ലധികം ആളുകളായിരുന്നു. കോരഹ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ വാഗ്മിയായിരുന്നു, വാക്സാമർത്ഥ്യമുള്ളവനായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ പുരോഹിതന്മാർക്കെതിരെ ശബ്ദമുയർത്തുവാൻ മുന്നോട്ട് വന്നു. മോശ, അഹരോൻ എന്ന 2 ലീഡേഴ്സിനെതിരെ ഇവർ രംഗത്ത് വരികയും സഭയുടെ അന്തരീക്ഷം മലിനപ്പെടുകയും ചെയ്തു. ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ സഭയിലുണ്ടെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ ഇവർ വശീകരിച്ച് സഭയുടെ അന്തരീക്ഷം മോശമാക്കി. ഈ പുരോഹിതന്മാർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ അഴിച്ചുവിട്ടു. ഇവരെ ദൈവം വിളിച്ചതാണോ? ഇവർക്ക് മാത്രമേ പൗരോഹിത്യമുള്ളോ? ഞങ്ങൾക്കും ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൂടെ എന്ന് ചോദിച്ച് അവർ സഭയിൽ പ്രതിപക്ഷ ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. പൗരോഹിത്യം ഒരു കുടുംബത്തിന് മാത്രമേ ഉള്ളൂ? പൗരോഹിത്യം ഒരു ഗോത്രത്തിന് മാത്രമേ ഉള്ളൂ? എല്ലാവർക്കും ചെയ്തുകൂടെ? ഈ വക ചോദ്യങ്ങൾ മനുഷ്യരുടെ ഇടയിൽ നിന്നുയർന്നു. പൗരോഹിത്യം സ്ഥാപിച്ച സർവശക്തിയുള്ള ദൈവം തമ്പുരാൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. ആ ചരിത്രം എഴുതിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിലെ സംഖ്യാപുസ്തകം 15, 16, 17 അധ്യായങ്ങളിലാണ്. സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ ഈ വിഷയത്തിന്റെ വിശദീകരണത്തിന് വേണ്ടി എന്റെ സ്നേഹിതൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വായിക്കും. വിശുദ്ധ ബൈബിളിലെ സംഖ്യാപുസ്തകം 17-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രം ഗോത്രമായി സകല ഗോത്രപ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തന്റെ വടിമേൽ അവന്റെ പേർ എഴുതുക. ലേവിയുടെ വടിമേലോ അഹരോന്റെ പേർ എഴുതണം. ഓരോ ഗോത്രത്തലവന് ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന്റെ മുമ്പാകെ അവയെ വെക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായി ഓരോ പ്രഭു ഓരോ വടി വീതം 12 വടി അവന്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. വടികളുടെ കൂട്ടത്തിൽ അഹരോന്റെ വടിയും ഉണ്ടായിരുന്നു. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേനാൾ മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോന്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. മോശ വടികളെയും യഹോവയുടെ സന്നിധിയിൽ നിന്ന് എടുത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. ശ്രദ്ധിക്കൂ സ്നേഹിതരെ, ദൈവം സ്ഥാപിച്ച പൗരോഹിത്യത്തിനെതിരെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വിമർശനമുണ്ടായപ്പോൾ അതിന് മറുപടി പറഞ്ഞത് പുരോഹിതന്മാരല്ല, ദൈവമാണ്. വിഷയം വിട്ട് ഞാനൊരു സന്ദേശം പറയട്ടെ. ദൈവീക പ്രവർത്തനത്തിനെതിരെ ആര് ഏതു കാലത്തും ശബ്ദമുയർത്തിയാലും മറുപടി പറയേണ്ടത് പ്രവർത്തകരല്ല, ഉടമസ്ഥനായ ദൈവമാണ്. ദൈവീക പ്രവർത്തനത്തിനെതിരെ, ലളിത ഭാഷയിൽ പറയട്ടെ, സുവിശേഷ പ്രവർത്തനത്തിനെതിരെ, ആത്മീയ പ്രവർത്തനത്തിനെതിരെ, മതത്തിന്റെ പ്രവർത്തനത്തിനെതിരെ ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് മറുപടി പറയേണ്ടത് ദൈവമാണ്. ദൈവം ദൈവജനത്തിന് വേണ്ടി സംസാരിക്കുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യനെന്തിന് അതിനുവേണ്ടി മരിക്കണം? ആകയാൽ ഈ പാഠം
ഓർത്തിരിക്കുന്നത് നല്ലതാണ്. യഹൂദന്റെ പൗരോഹിത്യത്തിനെതിരെ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വിമർശനമുണ്ടായപ്പോൾ മോശയല്ല, അഹരോനല്ല മറുപടി പറഞ്ഞത്, പൗരോഹിത്യം സ്ഥാപിച്ച ദൈവമാണ് മറുപടി പറഞ്ഞത്. ഇവിടെ നമ്മുടെ വിഷയം വീണ്ടും തുടരാം. ഈ പൗരോഹിത്യത്തിന് ദൈവം ഉത്തരവാദിയാണെന്നും ഇത് ദൈവത്താൽ സ്ഥാപിച്ചതാണെന്നും ദൈവം തന്നെ ഒരിക്കൽ കൂടെ സ്ഥാപിക്കുകയാണ് സംഖ്യ 17 നാം കാണുന്നത്. ഉണങ്ങിയ വടി 12 വാങ്ങി 12 ഗോത്രങ്ങളുടെ പേരെഴുതി ദൈവത്തിന്റെ ആലയമായ സമാഗമന കൂടാരത്തിനകത്ത് വയ്ക്കുകയും പിറ്റേ ദിവസം എടുത്തപ്പോൾ പൗരോഹിത്യ കുടുംബത്തിന്റെ മാത്രം വടി, ഉണക്കവടി തളിർത്ത് പൂത്ത് ബദാം കായ്ച്ചു നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച ഏതൊരു മനുഷ്യനിലും അത്ഭുതമുളവാക്കുകയാണ്. ഇവിടെ എന്ത് വെളിപ്പെടുന്നു? ഈ പൗരോഹിത്യം സ്ഥാപിച്ചത് ദൈവമാണ്. ഈ പൗരോഹിത്യത്തെ നിലനിർത്തുന്നത് ദൈവമാണ്. ഇതിനെ അന്ത്യം വരെ ദൈവം തന്നെ നിലനിർത്തുകയും ചെയ്യും. ഇത്ര ശക്തമായ, ഇത്ര ഗ്യാരണ്ടിയുള്ള, ഉത്തരവാദിത്വമുള്ള ഈ പൗരോഹിത്യം അങ്ങനെ തുടർന്നു വരികയാണ്. ഇങ്ങനെ തുടർന്നു വരുമ്പോൾ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നു. ഇവിടെയാണ് ക്രിസ്തീയ പൗരോഹിത്യം എന്ന വിഷയത്തിലേക്ക് നാം ബന്ധപ്പെടാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ചു പഠിക്കുവാൻ, ആഴത്തിൽ ഗ്രഹിക്കുവാൻ എന്റെ ശ്രോതാക്കളോട് ഞാൻ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. അതിനാണ് നാം പുതിയ നിയമത്തിലെ വാക്യം വായിച്ചത്. ക്രിസ്തു മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം സഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒടുവിൽ പറയാൻ ആഗ്രഹിക്കുന്നതും ഈ കാസറ്റിൽ മുഴുവനായി ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നതുമായ സന്ദേശം ഇവിടെ ഞാൻ ഒരിക്കൽ വ്യക്തമാക്കട്ടെ. ഏതൊരു മതങ്ങൾ കൊണ്ടും മനുഷ്യന് കിട്ടേണ്ടത് മുഴുവനും, ഏതൊരു പൗരോഹിത്യം കൊണ്ടും മനുഷ്യന് കിട്ടേണ്ടത് മുഴുവനും, ഏതൊരു യാഗത്താലും മനുഷ്യന് ലഭിക്കേണ്ടത് മുഴുവനും യേശുക്രിസ്തുവിൽ കൂടെ, യേശുക്രിസ്തുവിന്റെ ഏകയാഗത്തിലൂടെ, യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ മനുഷ്യന് പൂർണ്ണമായി എന്നേക്കുമായി ലഭിക്കുന്നു എന്ന സന്ദേശമാണ് ഈ സന്ദേശത്തിലൂടെ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാൻ ഉള്ളത്. ക്രിസ്തു എന്ന പുരോഹിതനെയും ക്രിസ്തുവിന്റെ യാഗത്തെയുമാണ് തുടർന്ന് നാം ശ്രദ്ധിക്കുവാൻ പോകുന്നത്. ഇതുവരെ നാം ചിന്തിച്ചു വന്നത് ഒരു ലേവിയ പുരോഹിതന്റെ നിയമങ്ങളെക്കുറിച്ചായിരുന്നു. ക്രിസ്തു എന്ന പുരോഹിതനും അവന്റെ നിയമങ്ങളും അവന്റെ യാഗവും പഴയ നിയമ യഹൂദ്യ അഥവാ ലേവിയ പൗരോഹിത്യവുമായി ബന്ധമുണ്ടോ? അതോ ഇത് രണ്ടും ഒന്നു തന്നെയാണോ? അതോ വ്യത്യാസമുണ്ടോ? പഴയതിന്റെ പിന്തുടർച്ചയാണോ പുതിയത്? ഈ കാര്യങ്ങളെക്കുറിച്ച് പൊതുജനത്തിന് അറിവില്ല. നാം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മനഃപൂർവമായി പരമാർത്ഥതയോടെ മുൻവിധി കൂടാതെ ശ്രദ്ധിക്കണമേ. ആദ്യ ആചാര്യത്വം കൈക്കൊണ്ട് അഹരോൻ മോശയോടൊന്നിച്ച് സ്കറിയായ്ക്കത് നൽകി മോശ. സ്കറിയ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും കർത്താതൻ സ്ലീഹന്മാർക്കും. ഇങ്ങനെ വരുന്ന ക്രിസ്തീയ ഗീതത്തിലെ ആശയങ്ങളെ നാം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. അതിന്റെ ആശയം ഇങ്ങനെ നമുക്ക് വിശദീകരിച്ചെടുക്കാം. ആദ്യത്തെ ആചാര്യത്വം അഹരോനും മോശയും കൂടി ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ആ പൗരോഹിത്യം തലമുറയായി പിന്തുടരുകയും ചെയ്തു. അങ്ങനെ അഹരോനിൽ നിന്നുള്ള പൗരോഹിത്യം യോഹന്നാൻ സ്നാപകന്റെ അപ്പനായ സക്കരിയ പുരോഹിതനിൽ വരെ വരികയും സക്കരിയ പുരോഹിതൻ യോഹന്നാൻ സ്നാപകന് പൗരോഹിത്യം നൽകുകയും സ്നാപക യോഹന്നാൻ കർത്താവായ ഈശോമിശിഹായ്ക്ക് പൗരോഹിത്യം നൽകുകയും ഈശോമിശിഹ അതേ പൗരോഹിത്യം അപ്പോസ്തോലന്മാർക്ക് നൽകുകയും അപ്പോസ്തോലന്മാർ ലോകമെങ്ങും ക്രിസ്തീയ പുരോഹിതന്മാരെ സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് ഈ ഗീതം നമുക്ക് ആശയം നൽകുന്നത്. ഇവിടെ അല്പം ധാരണപ്പിശകുകൾ നമുക്ക് വന്നിട്ടുണ്ട്. വേദവിരുദ്ധമായ ചില കാര്യങ്ങൾ ഈ ഗീതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിങ്ങൾ മുൻവിധി കൂടാതെ ശ്രദ്ധിക്കണമേ. അഹരോന്യ പൗരോഹിത്യം അല്ല ക്രിസ്തീയ പൗരോഹിത്യം. അഹരോന്യ പൗരോഹിത്യവും ക്രിസ്തീയ പൗരോഹിത്യവുമായുള്ള ബന്ധവും വ്യത്യാസവും എന്തെന്ന് വളരെ ലളിതവും വളരെ വ്യക്തവുമായി നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. വിശുദ്ധ ബൈബിളിലെ എബ്രായ ലേഖനം 7-ാം അധ്യായം മാത്രം വായിച്ച് ശ്രദ്ധിച്ചാൽ അഹരോന്യ പൗരോഹിത്യം യേശുക്രിസ്തുവിന് ലഭിക്കുകയില്ല എന്ന് സുവ്യക്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആരംഭ സമയത്ത് ഓർപ്പിച്ച കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കാം. ലേവിയ ഗോത്രത്തിലെ അഹരോന്റെ കുടുംബത്തിൽ മാത്രമാണ്
ആ പൗരോഹിത്യം നിലനിന്നത്. മറ്റൊരു ഗോത്രത്തിലും അത് ലഭിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ലേവിയ ഗോത്രത്തിലെ പൗരോഹിത്യം അഹരോന്റെ മകന് ലഭിച്ചു. അവന്റെ മരണശേഷം അവന്റെ മകന് ലഭിച്ചു. അവന്റെ മരണശേഷം അവന്റെ മകന് ലഭിച്ചു. ജോസീഫസിന്റെ ചരിത്ര രേഖയിൻ പ്രകാരം 70-ലധികം മഹാപുരോഹിതന്മാർ മരിക്കുകയും അവരുടെ സ്ഥാനവസ്ത്രം മാറി മാറി മക്കൾ ഉപയോഗിക്കുകയും ചെയ്ത് അങ്ങനെ അത് യേശുക്രിസ്തുവിന്റെ കാലം വരെ വന്നു എന്ന് പറയുന്നു. അത് യോഹന്നാൻ സ്നാപകനിൽ വന്നു എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, സക്കരിയ പുരോഹിതന്റെ മകനായ യോഹന്നാൻ പുരോഹിതനല്ലായിരുന്നു. അദ്ദേഹം മകനായിരുന്നെങ്കിലും പുരോഹിതനല്ല. കാരണം ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യോഹന്നാൻ സ്നാപകന്റെ വസ്ത്രം ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും തോൽ വാറുമായിരുന്നു. ഇതൊരു പുരോഹിതന്റെ വസ്ത്രമല്ല. പുരോഹിതൻ അങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇത് വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഈ യോഹന്നാൻ സ്നാപകൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അവൻ മരുഭൂമിയിൽ പ്രസംഗിക്കുകയായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ജനന വൃത്താന്തം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിച്ചു പഠിക്കുമ്പോൾ അവന്റെ അപ്പനും അമ്മയ്ക്കും മക്കൾ ഉണ്ടാകുകയില്ലെന്ന് പ്രകൃതി നിയമപ്രകാരം വിധി എഴുതിയ ശേഷം ഒരു അത്ഭുത മാലാഖയുടെ സന്ദർശനത്താലും പ്രത്യേക ഇടപെടലിലും ഒരു വെളിപ്പാടിലൂടെ ഒരു മകൻ ജനിക്കുന്ന വിവരം അവരറിയുന്നു. അങ്ങനെ അസാധാരണമായ വിധത്തിൽ അബ്രഹാമിന് അത്ഭുതത്തിലൂടെ മകൻ ജനിച്ചതുപോലെ അസാധാരണമായ വിധത്തിൽ വാർദ്ധക്യത്തിൽ ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവോട് നിറയുമെന്ന് മാലാഖ പറയുന്നു. മാത്രമല്ല, ആ കുഞ്ഞ് യേശുവിന് മുന്നോടിയായി വഴികാട്ടിയായി വരുമെന്ന് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ യോഹന്നാൻ സ്നാപകൻ പിറക്കുന്നു. അവൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അവൻ പൗരോഹിത്യ വസ്ത്രം ധരിച്ചിട്ടില്ല. അവൻ മരുഭൂമിയിലൂടെ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവീൻ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇതായിരുന്നു ലളിതമായ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം. ഈ യോഹന്നാൻ സ്നാപകൻ പുരോഹിതനായി എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല. ഇവിടെ പെട്ടെന്നൊരു സംശയമുണ്ടാകുന്നു. യോഹന്നാൻ സ്നാപകനല്ലേ യേശുവിനെ സ്നാനപ്പെടുത്തിയത്? യോഹന്നാൻ സ്നാപകന് ആ സമയത്ത് യേശുവിന് പൗരോഹിത്യം കൊടുത്തു എന്ന് നമുക്ക് വിശ്വസിച്ചുകൂടെ? പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യം ഇതുമായി വളരെ അകലെ നിൽക്കുന്നു. നാം ശ്രദ്ധിച്ചു പഠിക്കണം. സക്കരിയ പുരോഹിതന്റെ മകനായ യോഹന്നാൻ സ്നാപകൻ പുരോഹിതനല്ലായിരുന്നു എന്നുള്ളത് സത്യം. അഥവാ ഇനിയും ആയാൽ പോലും നിയമതടസ്സമില്ല. കാരണം അദ്ദേഹം ഈ കുടുംബക്കാരനാണ്. എന്നാൽ യേശുക്രിസ്തുവിന് ആ പൗരോഹിത്യം കൊടുക്കാൻ സാധ്യമല്ല. അത് നിയമവിരുദ്ധമാണ്, കുറ്റകരമാണ്. കാരണം യോഹന്നാൻ സ്നാപകൻ ലേവി ഗോത്രക്കാരനാണെന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാം. എന്നാൽ യേശു യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ലേവിയ ഗോത്രത്തിലെ ലേവിയ പൗരോഹിത്യം യഹൂദ ഗോത്രത്തിലേക്ക് കൈമാറുക സാധ്യമല്ല. അങ്ങനെ അഹരോന്യ പൗരോഹിത്യം സക്കരിയ പുരോഹിതനോടുകൂടി അവസാനിച്ചു എന്ന് നാം സമ്മതിച്ചേ പറ്റൂ. നിയമപ്രകാരം അതോടെ അവസാനിക്കുകയാണ്. അവസാനിച്ചു എന്നെങ്ങനെ നമുക്ക് പഠിക്കാം? അതിനെക്കുറിച്ച് തിരുവെഴുത്ത് എന്തു പറയുന്നു എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ പദ്ധതി ഇതിന്റെ പുറകിലുണ്ട്, മനുഷ്യന്റെ പദ്ധതിയല്ല. കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം പഠിച്ചതുപോലെ ഈ പൗരോഹിത്യം സ്ഥാപിച്ചത് ദൈവമാണ്. ഇതിന്റെ നടത്തിപ്പുകാരൻ ദൈവമാണ്. ഇതിനെതിരെ വരുന്ന സകല വിമർശനങ്ങൾക്കും മറുപടി പറയേണ്ടത് ദൈവം തമ്പുരാനാകയാൽ നോക്കൂ, യേശുക്രിസ്തുവിന്റെ ജനനത്തോടുകൂടെ മത ധാരണകൾക്ക് മാറ്റം വരുന്നു, പൗരോഹിത്യ ധാരണകൾക്ക് മാറ്റം വരുന്നു, യാഗത്തിന്റെ ധാരണകൾക്ക് മാറ്റം വരുന്നു. എല്ലാ സങ്കല്പങ്ങളും എല്ലാ ധാരണകളും പൊളിച്ചെഴുതിക്കൊണ്ട് യേശുക്രിസ്തു പുതിയതിനെ സ്ഥാപിക്കുവാൻ പഴയതിനെ നീക്കിക്കൊണ്ട് രംഗത്തു വരുന്നു. ഇത് നാം ശ്രദ്ധിച്ചു പഠിക്കണം. ഇവിടെ ആരും ഒരു മതത്തെയും ഖണ്ഡിക്കുകയല്ല, ആരും ആരെയും വിമർശിക്കുകയല്ല. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന യേശുവിന്റെ വചനം ഈ തരുണത്തിൽ ഓർക്കുന്നത് നല്ലത്. വൈകിട്ടാണെങ്കിലും സത്യം അറിയുന്നതാണ് ഇരുട്ടിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത്. കർത്താവായ യേശു മഹാപുരോഹിതൻ എന്ന നിലയിൽ രംഗത്തു വരുന്നു. വിശുദ്ധ ബൈബിളിലെ എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. യേശു പുരോഹിതൻ. ഇതാണ് നമ്മുടെ വിഷയം. എബ്രായ ലേഖനം 2-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ എന്റെ സ്നേഹിതൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ
അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ഇവിടെ ഒരു പുരോഹിതന്റെ പ്രധാന യോഗ്യത ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന്, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ പുരോഹിതൻ കരുണയുള്ളവനായിരിക്കണം. രണ്ട്, അവൻ ദൈവകാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. അതായത് ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നവനായിരിക്കണം പുരോഹിതൻ. ഇതാണല്ലോ പുരോഹിതന്റെ ജോലി. എന്നാൽ മാനുഷിക പുരോഹിതന്മാർ ഈ രണ്ടു മണ്ഡലത്തിലും പരാജയപ്പെട്ടു. മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ അവന് കഴിയുന്നില്ല, ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ അവൻ അല്പം പോലും കഴിയുന്നില്ല. കാരണം മനുഷ്യരുടെ ഇടയിൽ നിന്നെടുക്കുന്ന എല്ലാ പുരോഹിതന്മാരും മനുഷ്യരാകയാൽ മാനുഷിക ബലഹീനതകളും മാനുഷിക പരിമിതികളും അവർക്കുമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ക്രിസ്തീയ പുരോഹിതന്മാർ ഭാവിയായി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ എല്ലാ മാനുഷിക പുരോഹിതന്മാരും മാനുഷിക പരിമിതികളാൽ പരാജയം സമ്മതിക്കുന്നത് നമുക്ക് നന്നായി അറിയാം. ഇതിന്റെ നടുവിൽ യേശു എന്ന പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ പുരോഹിതൻ രംഗത്തു വരുന്നു. യേശു ക്രിസ്തു പുരോഹിതനായി രംഗത്തു വരുന്നു. ഇവന് ഈ യോഗ്യതകളുണ്ടോ? മനുഷ്യനെ അവന്റെ ഉള്ളയവസ്ഥയിൽ അറിഞ്ഞ് അവനോട് സഹതാപം കാണിച്ച് അവനോട് കരുണ ചെയ്യുകയും അപ്പോൾ തന്നെ പരിശുദ്ധനായ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുവാൻ ഈ പുരോഹിതന് കഴിയുമോ? ഇതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ചർച്ച. അതിനെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുന്നത്, മനുഷ്യനോട് കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്തനുമാണ് യേശു എന്ന പുരോഹിതൻ. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ വീണ്ടും വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. എബ്രായർ 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ശ്രദ്ധിക്കൂ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ശ്രദ്ധിക്കൂ സ്നേഹിതരെ, നമുക്കൊരു പുരോഹിതനേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. അവൻ നമ്മോട് കരുണയുള്ളവനാണ്, അവൻ പാപം ഇല്ലാത്തവനാണ്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി അവൻ പരീക്ഷിക്കപ്പെട്ടവനാണ്. അവൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇന്നും നിൽക്കുന്നു, എന്നും നിൽക്കുന്നു. ഇതാണ് സാക്ഷാൽ പുരോഹിതനായ യേശുവിന്റെ ചിത്രം ബൈബിൾ നമുക്ക് തരുന്നത്. ശ്രദ്ധിക്കൂ, കർത്താവായ യേശു എന്ന പുരോഹിതൻ പാപിയോട് കരുണ കാണിപ്പാനും പാപത്തിന് പരിഹാരം വരുത്തുവാനും കഴിവുള്ളവനായി വന്നിരിക്കുന്നു എന്നത് എത്രയോ ആശ്വാസകരമാണ്. ഞാനൊരു സന്ദേശം എന്റെ സ്നേഹിതരെ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ഇന്നനുഭവിക്കുന്ന കഷ്ടത, നിങ്ങൾ ഇന്നനുഭവിക്കുന്ന മനോവേദ എത്ര കഠിനമാണെങ്കിലും അത് എത്ര ഗുരുതരമാണെങ്കിലും കർത്താവായ യേശുവിന് അത് മനസ്സിലാകും. എന്തുകൊണ്ടെന്നാൽ അവനൊരു മനുഷ്യനായി ഇവിടെ ജീവിച്ചു. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ അവന് കഴിയും. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ കടന്നു പോകാവുന്ന എല്ലാ വേദനകളും അവനൊരു മനുഷ്യ ശരീരത്തിൽ ഇവിടെ വന്ന് അനുഭവിച്ചു. സ്വന്തം ആവശ്യത്തിന് ഒരു വീടില്ലാതെ, കിടക്കുവാൻ സ്ഥലമില്ലാതെ, കുടിക്കുവാൻ വെള്ളമില്ലാതെ, കഴിക്കുവാൻ ഭക്ഷണമില്ലാതെ എല്ലാം വായ്പ വാങ്ങി എല്ലാ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും സ്വന്തം ശരീരത്തിൽ അനുഭവിച്ച് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ അവൻ ഈ മണ്ണിൽ യാത്ര ചെയ്യുന്ന ചിത്രം നമുക്കൊരിക്കലും മറക്കാൻ കഴിയയില്ല. ഗത്സമന വരെയുള്ള യേശുവിന്റെ യാത്ര സൂക്ഷിച്ചു പഠിച്ചാൽ, ബേത്ലഹേമിലെ പശുത്തൊട്ടി മുതലുള്ള യാത്ര സൂക്ഷിച്ചു പഠിച്ചാൽ അവൻ നമുക്ക് തുല്യനായി എല്ലാ മണ്ഡലത്തിലും പരീക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണാം. ഇവിടെ എന്റെയും നിങ്ങളുടെയും കഷ്ടത എത്ര വലുതാണെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു പുരോഹിതനെ യേശുവിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. മറക്കണ്ട, ഈ പ്രസംഗം മുഴുവൻ നിങ്ങൾ കേട്ടില്ലെങ്കിലും ഓർക്കുക, നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും അത് മനസ്സിലാക്കി പരിഹരിപ്പാൻ കഴിവുള്ളവനാണ് യേശു എന്ന പുരോഹിതൻ എന്ന സന്ദേശം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മറക്കാതിരിക്കുക.
എന്നാൽ യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് നമുക്ക് പോകാം. അതാണല്ലോ നമ്മുടെ വിഷയം. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് പാപത്തിനു വേണ്ടി കഷ്ടം സഹിച്ചു, ശിക്ഷ സഹിച്ചു എന്നതാണ് തിരുവചനം. എന്താണ് മതങ്ങൾ, പൗരോഹിത്യം മനുഷ്യന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്? ഇത്രയേ ചെയ്തിരുന്നുള്ളൂ. പാപിയായ മനുഷ്യന്റെ പാപത്തിന് മൃഗങ്ങളിലൂടെ യാഗമർപ്പിക്കുവാൻ പുരോഹിതൻ മധ്യസ്ഥനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്തു ചെയ്തു? മനുഷ്യന്റെ പാപത്തിന് സ്വയമായി പ്രായശ്ചിത്തമാകുവാൻ അവൻ ഇറങ്ങി വന്നു. വിശുദ്ധ ബൈബിളിലെ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യേശുവിന്റെ മേൽ ചുമത്തി. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യേശു നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന സ്നേഹിത, എന്റെ പാപം, താങ്കളുടെ പാപം യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ ക്രൂശ് മരണത്താൽ നമ്മുടെ പാപത്തിന് പരിഹാരം വന്നു. റോമർ 8:1-2-3. റോമർ 8:1-2-3. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതിന്റെ ഒടുവിലത്തെ ഭാഗവും കൂടി ഞാൻ ഇങ്ങനെ വിവരിക്കട്ടെ. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ, അഥവാ പൗരോഹിത്യത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ, യാഗത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ, മൃഗത്തിന്റെ ബലി കൊണ്ട് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ യേശു മനുഷ്യ ശരീരത്തിൽ ഈ മണ്ണിൽ വന്ന് മനുഷ്യന്റെ പാപം യേശുവിന്റെ ശരീരത്തിൽ വഹിച്ച് പാപത്തിന് ശിക്ഷ യേശുവിന്റെ ശരീരത്തിൽ നടപ്പിൽ വരുത്തി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇതാണ് സുവിശേഷം വെളിപ്പെടുത്തുന്ന സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം. മാന്യ സ്നേഹിതരെ, സുവിശേഷം നിങ്ങൾക്ക് തരുന്നത് 100% ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ വിശ്വസിച്ച് സ്വീകരിച്ചാൽ നിങ്ങളുടെ ഇന്നുവരെയുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് യേശുവിന്റെ ക്രൂശ് മരണം. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പാപമോചനമാണ്. ക്രൂശിൽ കിടന്ന കള്ളന് പർദീസ കൊടുത്ത യേശു നിങ്ങൾക്ക് ഈ യാത്രയിൽ ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്ന മാത്രയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിൽ, മനസാക്ഷിയിൽ, നിങ്ങളുടെ ആത്മാവിൽ വ്യാപരിച്ച് പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ച് നിങ്ങൾക്ക് നിത്യജീവനും പർദീസയും തരുവാൻ യേശുവിന്റെ ക്രൂശിന് ഇന്ന് പകലിൽ ശക്തിയുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ പാപിക്ക് സമ്പൂർണ്ണ മോചനം. ഇതാണ് സത്യം. ഇതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. പക്ഷേ അവിടെയും നമ്മുടെ സംശയം തുടരുകയാണ്. പഴയ നിയമ പൗരോഹിത്യം അവസാനിച്ചിട്ടുണ്ടോ അതോ തുടരുകയാണോ? ഇതിനെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇവിടെ എന്താണ് വിഷയം? യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മനുഷ്യവർഗത്തിന് എന്ത് നൽകി എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. പക്ഷെ പൗരോഹിത്യം തുടരുന്നോ അതോ നിർത്തിയോ? ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് വിവരിക്കാം. പ്രിയ സ്നേഹിതരെ, മനുഷ്യൻ എപ്പോഴും മതപരമായ ആചാരങ്ങളിൽ കുടുങ്ങിക്കഴിയാൻ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്നു. എന്നാൽ യേശുക്രിസ്തു മനുഷ്യനെ മതത്തിൽ കുടുക്കുവാനല്ല വന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ വിടിവിക്കാൻ, ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കാം. യേശുക്രിസ്തു നമ്മെ അടിമത്തത്തിൽ കുടുക്കുവാനല്ല വന്നത്, സ്വാതന്ത്ര്യം തരുവാനാണ് വന്നത്. മതങ്ങൾ മനുഷ്യനെ ഏതെങ്കിലും വിധത്തിൽ ബന്ധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു കെട്ടുകൾ അഴിച്ച് സ്വതന്ത്രരാക്കുവാനാണ് വന്നത്. ക്രിസ്തീയ പൗരോഹിത്യത്തിന്റെ മർമ്മത്തിലേക്ക് ഞാൻ കടക്കട്ടെ. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ ഒടുവിലേക്ക് വന്നപ്പോൾ, ക്രൂശ് മരണത്തോട് സമീപിച്ചപ്പോൾ അവനെ അന്നത്തെ ഗവൺമെന്റും അന്നത്തെ മതവും പിടികൂടുന്നതായിട്ട് നമുക്ക് കാണാം. വിശുദ്ധ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 62 മുതലുള്ള വാക്യങ്ങളിൽ ആ സംഭവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഈ വിഷയത്തിൽ നല്ലതാണ്. വിശുദ്ധ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 62 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 62 മുതലുള്ള വാക്യങ്ങൾ. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക
എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? ശ്രദ്ധിക്കൂ സ്നേഹിതരെ, കർത്താവായ യേശു എന്ന മഹാപുരോഹിതൻ ഇപ്പോൾ ലേവിയ മഹാപുരോഹിതന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇവിടെ നിങ്ങൾ തിരുവെഴുത്തിന്റെ ആധികാരികത ശ്രദ്ധിക്കണം. വിശുദ്ധ ബൈബിളിലെ ലേവിയ പുസ്തകം 21-ാമത്തെ അധ്യായം 10-ാം വാക്യവും 10-ാമത്തെ അധ്യായം 6-ാം വാക്യവും ശ്രദ്ധിക്കുക. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മഹാപുരോഹിതനായവൻ വസ്ത്രം കീറരുത്. ഇത് ലംഘിച്ചിട്ടില്ലാത്തതും ലംഘിക്കാൻ പാടില്ലാത്തതുമായ അതിശക്തമായ നിയമമാണ്. ഈ കഴിഞ്ഞ പുരോഹിതന്മാരാരും അവരുടെ സ്ഥാനവസ്ത്രം കീറിയിട്ടില്ല, കീറുകയുമില്ല. അത്ര വിലപ്പെട്ടതാണ് ഈ നിയമം. എന്നാൽ ഇവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. പുതിയ നിയമ പുരോഹിതനായ മഹാപുരോഹിതനായ യേശുക്രിസ്തു പഴയ നിയമത്തിന്റെ ഒടുവിലത്തെ പുരോഹിതന്റെ മുമ്പിൽ നിൽക്കുകയാണ്. യേശുവിനെ അവർ വിസ്തരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ ഇനിയും ആകാശമേഘങ്ങളെ വാഹനമാക്കി മടങ്ങി വരും എന്നീ പ്രസ്താവന കേട്ടപ്പോൾ അന്നത്തെ പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ തന്റെ സ്ഥാനവസ്ത്രം വലിച്ചു കീറി. ഇതൊരു സാധാരണ കാര്യമായി ഞാനോ നിങ്ങളോ ചിന്തിക്കാം. പക്ഷേ ഇവിടെ ഒരു വസ്തുത എന്ത് നടന്നു എന്ന് നിങ്ങൾ മറക്കരുത്. അന്നു വരെയുള്ള പൗരോഹിത്യം ഇവിടെ അവസാനിക്കുകയാണ്. ആത്മീയമായി ഗ്രഹിപ്പാൻ കഴിവുള്ളവർ ഗ്രഹിക്കട്ടെ. മഹാപുരോഹിതൻ വസ്ത്രം കീറരുതെന്ന് എഴുതിയിരിക്കുമ്പോൾ യേശുവിന്റെ മുമ്പിൽ വെച്ച് അവർ വസ്ത്രം വലിച്ചു കീറി. അത് നിസ്സാരമെന്ന് നമുക്ക് തള്ളിക്കളയാം. എന്നാൽ അടുത്തൊരു സംഭവം ശ്രദ്ധിക്കൂ, അത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയുകയില്ല. മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമുക്ക് കാണാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ, നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഈ സംഭവം നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഇവിടെ ഒരു തിരശീല കീറി എന്ന് വായിച്ചു. സാധാരണക്കാരൻ ഈ തിരശീല ഏതാണെന്ന് അറിയുന്നില്ല, അറിയേണ്ട ആവശ്യവുമില്ല. ഈ പ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞ ഭാഗം ഒരു നിമിഷം ഓർക്കുക. ദേവാലയത്തിന്റെ അന്തർമന്ദിരത്തിന്റെ തിരശീലയാണ് കീറിയത്. ഈ അന്തർമന്ദിരത്തിനകത്ത് ആർക്കും പ്രവേശനമില്ല. മഹാപുരോഹിതന് മാത്രം, ആണ്ടിലൊരിക്കൽ മാത്രം പ്രവേശനമുള്ള ആ മുറിയുടെ വാതിൽ തിരശീല. അത് ദൈവത്തിന്റെ നിയോഗപ്രകാരം ഉണ്ടാക്കിയ അതിശക്തമായ തിരശീല. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ കീറി. യേശു ഗോൽഗോഥ മലയിൽ ക്രൂശിൽ മരിച്ച് തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ, യേശു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്ത യാഗം അവിടെ അർപ്പിച്ചപ്പോൾ, ഇവിടെ യെരുശലേമിലുള്ള ദേവാലയത്തിന്റെ അകത്ത് ഒരു സ്ഫോടനം നടക്കുകയാണ്. തിരശീല കീറുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം അറിയേണ്ടതിലേക്ക് മഹത്തായ ഒരു ചരിത്രമാണിത്. ഈ മതത്തിന്റെ തിരശീല വലിച്ചു കീറിയത് എന്ത് കാണിക്കുന്നു? ഈ സ്ഥാനത്തിന്റെ അഥവാ ഈ സ്ഥാപനത്തിന്റെ പ്രാധാന്യത ഇവിടം കൊണ്ട് തീരുകയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. ഒരു സത്യം പറയാം. അന്തർമന്ദിരത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് വസിച്ചിരുന്നു. അവിടെ ആരെങ്കിലും അതിർ ലംഘിച്ച് കടന്നാൽ, നിയമം ലംഘിച്ച് കടന്നാൽ അവൻ മരിക്കുമെന്നാണ് നിയമം. ഒരു മഹാപുരോഹിതൻ പോലും ജീവിതത്തിൽ തെറ്റു മറച്ചു വെച്ചുകൊണ്ട് കയറിയാൽ ഈ പരിശുദ്ധ സ്ഥലത്ത് വീണു മരിക്കും.
ഇതായിരുന്നു നിയമം. ഈ പരിശുദ്ധ സ്ഥലത്ത് അറിയാതെ ഒളിഞ്ഞു നോക്കി എന്ന കാരണത്താൽ ചിലർ മരിച്ചതായി ബൈബിളിലുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഈ മന്ദിരത്തിന്റെ തിരശ്ശീല ആര് കീറി? അവിടെ കീറുവാൻ ആരും ധൈര്യപ്പെടുകയില്ല. ആകയാൽ നമുക്ക് വ്യക്തമായി അറിയാം, ഇത് മനുഷ്യനല്ല കീറിയത്, ഇത് സ്ഥാപിച്ച ദൈവമാണ് കീറിയത്. രണ്ടാമത്തെ ആശയം, ഇത് കീറിയ ശേഷം ആരെങ്കിലും അവിടെ ഒളിഞ്ഞു നോക്കിയാൽ മരിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? അവിടുത്തെ ദൈവ സാന്നിധ്യം പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എവിടെയാണ് ദൈവാലയം? അങ്ങനെയെങ്കിൽ ഇപ്പോൾ എവിടെയാണ് ദൈവ സാന്നിധ്യം? മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. ഇത് പഴയ നിയമത്തിൽ അനുവദനീയമല്ല. കൂടാനൊരു സ്ഥലമുണ്ട്, അവിടെ മാത്രമേ കൂടാൻ പാടുള്ളൂ. എന്നാൽ യേശുക്രിസ്തു നിയമം മാറ്റിയിരിക്കുന്നു. 2 or 3 പേർ യേശുവിന്റെ നാമത്തിൽ മരച്ചുവട്ടിൽ കൂടിയാലും, ബസ് സ്റ്റാൻഡിൽ കൂടിയാലും, റെയിൽവേ സ്റ്റേഷനിൽ കൂടിയാലും, ട്രെയിനിൽ ഇരുന്നാലും അവരുടെ നടുവിൽ അദൃശ്യനായ യേശു ഇറങ്ങി വരും. മറക്കാതിരിക്കുക, ഇന്നലെ വരെയുള്ള നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് യേശു പുതിയതൊന്ന് സ്ഥാപിച്ചു. അങ്ങനെ പൗരോഹിത്യ വസ്ത്രം കീറിക്കൊണ്ട്, ദേവാലയത്തിന്റെ തിരശ്ശീല കീറിക്കൊണ്ട്, ഇന്നലെ വരെയുള്ള നിയമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് യേശു പുതിയതൊന്ന് സ്ഥാപിച്ചു. നമ്മുടെ മഹാപുരോഹിതനായ യേശു മനുഷ്യവർഗത്തിന്റെ പാപം വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചപ്പോൾ അന്നുവരെയുള്ള നിയമങ്ങൾ തിരുത്തി എഴുതുകയായിരുന്നു. തീർന്നില്ല, ഈ സന്ദേശം തുടരുകയാണ്. പഴയ നിയമ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയല്ല പുതിയ നിയമ പൗരോഹിത്യം. എന്ത് സംഭവിച്ചു? തുടർന്ന് ഞാൻ വിവരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മനുഷ്യന് പാപക്ഷമ ലഭിക്കുന്നു. ക്രൂശ് മരണത്തിൽ അനേക കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ദേവാലയത്തിന്റെ തിരശ്ശീല കീറുകയും പൗരോഹിത്യ വസ്ത്രം കീറുകയും മാത്രമല്ല അവിടെ ചെയ്തത്, വേറെ ചില കാര്യങ്ങളും കൂടെ നടന്നു. യേശുവിന്റെ ക്രൂശ് മരണത്തിങ്കിൽ ഒരു കള്ളന് പറുദീസ ലഭിച്ചു. അതിന്റെ അർത്ഥം സമൂഹം തള്ളിക്കളഞ്ഞ, മതം തള്ളിക്കളഞ്ഞ, ആർക്കും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത പാപിക്ക് യേശു മാപ്പ് കൊടുത്തുകൊണ്ട് പറുദീസയിലേക്ക് പ്രവേശനം കൊടുത്തതിനാൽ മനുഷ്യന് സ്വർഗത്തിൽ പോകുവാൻ മതങ്ങളുടെ ആവശ്യമില്ല. യേശുവിനോട് നേരിട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിച്ചാൽ അവന് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ഈ സംഭവം ആധികാരികമായി ഉറപ്പ് നമുക്ക് നൽകുന്നു. മാത്രമല്ല, യേശുവിന്റെ ക്രൂശ് മരണത്തിൽ ചില മരിച്ചവർ ഉയർത്തു എന്ന് ആ വേദഭാഗത്ത് എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം കല്ലറകളെ അത് സ്പർശിച്ചു. ഞാൻ ഇങ്ങനെ ചുരുക്കി പറയട്ടെ, യേശുവിന്റെ ക്രൂശ് മരണം ദേവാലയത്തെ സ്പർശിച്ചു. യേശുവിന്റെ ക്രൂശ് മരണം പൗരോഹിത്യത്തെ സ്പർശിച്ചു. യേശുവിന്റെ ക്രൂശ് മരണം പാപിയെ സ്പർശിച്ചു. യേശുവിന്റെ ക്രൂശ് മരണം കല്ലറകളെ സ്പർശിച്ചു. യേശുവിന്റെ ക്രൂശ് മരണം മനുഷ്യനെ സ്പർശിച്ചു, മതങ്ങളെ സ്പർശിച്ചു. തീർന്നില്ല, സൂര്യൻ ഇരുണ്ടുപോയി, പാറകൾ പിളർന്നു എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നതിനാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും പിടിച്ചു കുലുക്കിക്കൊണ്ട് പഴയ നിയമത്തെ തിരുത്തി എഴുതിക്കൊണ്ട് യേശു ക്രിസ്തു മനുഷ്യവർഗത്തിനു വേണ്ടി പുതിയതൊന്ന് സ്ഥാപിച്ചിരിക്കുന്നു. ഇനിയും നാം പഴയതിലേക്ക് പോയി കുടുങ്ങുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ ബൈബിളിലെ ഗലാത്യ ലേഖനം 5:1 എടുത്തു വായിക്കൂ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനോകത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഇനിയും മതത്തിന്റെ മുമ്പിൽ അടിയറ വെച്ച് നാം അടിമപ്പെടരുതെന്ന് വളരെ വിനയത്തോടെ നിങ്ങളുടെ ഒരു സ്നേഹിതനോട് പോലെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക മാത്രമാണ് ഈ സന്ദേശത്തിലൂടെ ചെയ്യുന്നത്. തീർന്നില്ല, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് കഥ അവസാനിക്കുകയല്ല. പഴയ നിയമത്തിലെ യാഗത്തിൽ കൊല്ലപ്പെടുന്ന ഒരു മൃഗമാണ്, അർപ്പിക്കുന്ന ഒരു പുരോഹിതനാണ്. മൃഗവും മരിച്ചു, കുറെ നാൾ കഴിഞ്ഞ് പുരോഹിതനും മരിക്കും. എന്നാൽ ഇവിടെ അർപ്പിക്കപ്പെട്ടത് യേശുവാണ്, പുരോഹിതനും യേശു തന്നെ. കഥ അവിടെ തീരുകയല്ല, യേശു ഉയർത്തെഴുന്നേറ്റു. ഇതാണ് പഴയ നിയമവും പുതിയവുമായിട്ടുള്ള വ്യത്യാസം. നമ്മുടെ പുരോഹിതൻ ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ യാഗമൃഗം ഉയർത്തെഴുന്നേറ്റു, അവൻ ഇന്ന് ജീവിക്കുന്നു. ആകയാൽ എനിക്കിനി യാഗം ആവശ്യമില്ല. പഴയ നിയമത്തിൽ ഒരു മൃഗത്തെ അർപ്പിച്ചവൻ അടുത്ത കൊല്ലം വീണ്ടും അർപ്പിക്കണം. എന്നാൽ യേശു ക്രിസ്തു എന്ന പുരോഹിതനിൽ വിശ്വസിക്കുന്നവന് പിന്നീട് യാഗം ആവശ്യമില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം മുഴുവനും ഈ വിഷയത്തിന് ആധികാരികമായ രേഖ നമുക്ക് തരുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ മോചനം ലഭിച്ചവർക്ക് പിന്നെ യാഗം ആവശ്യമില്ല. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആകയാൽ ഇവയുടെ മോചനമുള്ളിടത്ത്, അഥവാ പുതിയ നിയമത്തിന്റെ മോചനമുള്ളിടത്ത്, യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ വിടുതൽ ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യം ഇല്ല. ശ്രദ്ധിക്കൂ സ്നേഹിതരെ, ക്രൂശിൽ കൂടിയുള്ള വിടുതൽ ലഭിച്ചവന് മറ്റൊരു യാഗം ആവശ്യമില്ല. എങ്ങനെ? യേശുക്രിസ്തു മരിച്ച ശേഷം
ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്ന് പഠിച്ചാൽ ഈ വിഷയത്തിന് മറുപടി കിട്ടും. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു പാപിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് യേശു പിതാവിന്റെ സന്നിധിയിൽ ഇന്നും എന്നും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്കിനി ഒരു യാഗം ആവശ്യമില്ല, വിശ്വാസം മാത്രം ആവശ്യം മതി. എങ്കിൽ നമ്മുടെ സംശയത്തിനെല്ലാം ഒരു ഉത്തരം കൂടെ പറഞ്ഞ് ഈ സന്ദേശം അവസാനിപ്പിക്കട്ടെ. പൗരോഹിത്യം അങ്ങനെ അവസാനിപ്പിച്ചെങ്കിൽ ക്രിസ്തീയ പൗരോഹിത്യത്തിന്റെ വ്യവസ്ഥ എങ്ങനെയാണ്? ഇന്നത്തെ പുരോഹിതൻ ആരാണ്? ഇന്നത്തെ സഭ ഏതാണ്? ഇതിന് ഭരണകർത്താക്കളുണ്ടോ? ഉത്തരം വളരെ ലളിതമാണ്. പഴയ നിയമത്തിലെ അതേ രീതിയിൽ തന്നെ ഈ കാര്യം നമുക്ക് ഗ്രഹിക്കാം. പഴയ നിയമത്തിലെ വ്യവസ്ഥ, ഒരു മഹാപുരോഹിതൻ മാത്രമേ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ആ മഹാപുരോഹിതൻ മരിക്കുമ്പോൾ അവന്റെ മകൻ അടുത്ത മഹാപുരോഹിതൻ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ മഹാപുരോഹിതൻ ആര്? യേശു. എബ്രായർ 3:1 വായിക്കുന്നില്ല, പല പ്രാവശ്യം വായിച്ചതിനാൽ ഞാൻ പറയുക മാത്രം ചെയ്യുന്നു. മറ്റൊരു മഹാപുരോഹിതൻ എന്തുകൊണ്ട് വരുന്നില്ല? ഉത്തരം, യേശു എന്ന മഹാപുരോഹിതൻ മരിക്കുന്നില്ല. ഇവനോ എന്നേക്കും ഇരിക്കുന്നതിനാൽ മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അഹരോൻ മരിച്ചതുകൊണ്ടാണ് മറ്റൊരു മഹാപുരോഹിതൻ വേണ്ടി വന്നത്. യേശുക്രിസ്തു മരണമില്ല, മരണത്തെ ജയിച്ച് എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനാൽ ഇനി മറ്റൊരു പുരോഹിതൻ വരികയില്ല. യേശുക്രിസ്തു മാത്രമാണ് പുതിയ നിയമത്തിലെ മഹാപുരോഹിതൻ. ക്ഷമ ചോദിച്ചുകൊണ്ടൊരു വാക്ക് പറയട്ടെ. ശ്രേഷ്ഠ, ദിവ്യ എന്ന പേരുപയോഗിച്ച് ഭൂമിയിൽ ഒരു മനുഷ്യനെയും വിളിക്കരുത്. അത് യേശുക്രിസ്തുവിനെ മാത്രമേ വിളിക്കാവൂ. ശ്രേഷ്ഠ ഇടയൻ യേശുക്രിസ്തു മാത്രമാണ്. ദിവ്യ ഇടയൻ, മഹാപുരോഹിതൻ യേശുക്രിസ്തു മാത്രമാണ്. അവൻ മരിച്ചിട്ടില്ല. മറ്റാരെയും ആ പേര് പറഞ്ഞ് വിളിക്കരുത്. അത് നമ്മുടെ അറിവില്ലായ്മയാണ്. ക്ഷമിക്കണമേ, അത് നമ്മുടെ അറിവില്ലായ്മയാണ്. യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു. ആകയാൽ മറ്റൊരു മഹാപുരോഹിതൻ ക്രിസ്തു സഭയ്ക്കില്ല, മറ്റൊരു ശ്രേഷ്ഠ ഇടയൻ ക്രിസ്തു സഭയ്ക്കില്ല. നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ശ്രേഷ്ഠനായ പത്രോസ്, അല്ലെങ്കിൽ ബഹുമാനായ പത്രോസ് ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം വാടാത്ത കിരീടം പ്രാപിക്കും. അങ്ങനെയെങ്കിൽ ഇടയ ശ്രേഷ്ഠൻ യേശുക്രിസ്തു മാത്രമാണ്. ഈ കാര്യം മറക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ മറ്റു പുരോഹിതന്മാരുണ്ടോ? ഉത്തരം, വിശുദ്ധ ബൈബിളിലെ പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഈ പുതിയ നിയമസഭയിലെ മുഴുവൻ വിശ്വാസികളും സ്ത്രീ പുരുഷ ഭേദമന്യേ രാജകീയ പുരോഹിത വർഗമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഞാനതിനെ ഇങ്ങനെ ചുരുക്കാം: യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന സകല ദൈവമക്കളും പുരോഹിത വർഗവുമാണ്. ഇതാണ് ക്രിസ്തീയ പൗരോഹിത്യം. മറ്റൊരു സംശയം ചോദിച്ചോട്ടെ? ആ സംശയം ഇതാണ്: അങ്ങനെയെങ്കിൽ ഈ സഭയ്ക്കൊരു ലീഡറില്ലേ? ഉണ്ട്. അതിന് ബൈബിളിലെ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ മറുപടി പറയുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവസഭയ്ക്ക് ഇന്ന് നേതൃത്വം കൊടുക്കുന്നവർ അപ്പോസ്തലന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. നിങ്ങളുടെ വിശ്വാസ പ്രമാണം പരിശോധിക്കുവാൻ ഞാൻ നിങ്ങളോട് ബുദ്ധി പറയുന്നു. ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സ്നേഹിതനെ പോലെ നിങ്ങളൊരു മനുഷ്യനെന്ന നിലയിൽ കണ്ടുകൊണ്ട് 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്തിനാണ് പൗരോഹിത്യം? ദൈവത്തോട് അടുക്കുവാൻ മനുഷ്യന് കഴിയാതെ വന്നപ്പോൾ, പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ സ്ഥാപിക്കപ്പെട്ടതാണ് പൗരോഹിത്യവും യാഗവും പുരോഹിതനും. എല്ലാ മതങ്ങളിലും അത് നിലവിലുണ്ട്. എന്നാൽ യേശുക്രിസ്തു മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുവാൻ, പാപത്തിന് പ്രായശ്ചിത്ത മരണം വരിക്കുവാൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. എന്റെയും നിങ്ങളുടെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. നിങ്ങൾ വ്യക്തിപരമായി യേശുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷകരുമായി സ്വീകരിക്കുകയും നിങ്ങളുടെ പാപം അവനോട് ഏറ്റുപറഞ്ഞ് അവന്റെ പ്രായശ്ചിത്ത മരണത്തെ ഹൃദയംഗമായി സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മോചനം തരാൻ യേശുക്രിസ്തു ഇന്ന് സന്നദ്ധനാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. വളരെ ലളിതമായി ഈ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്ന പുരോഹിതൻ. ഒരു പുരോഹിതന്റെ ആവശ്യം എന്താണ്? ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുക്കൽ പോകുന്നതിനേക്കാൾ ഒരു പുരോഹിതന്റെ അടുക്കൽ പോകുന്നതല്ലേ നല്ലത്? ഒരു യഥാർത്ഥ സത്യ കുംഭസാരം നടത്തുവാൻ നിങ്ങൾ സന്നദ്ധനാണെങ്കിൽ ഈ സന്ദേശത്തിന്റെ മുമ്പിൽ കണ്ണുകൾ അടച്ചിട്ടൊരു സത്യ കുംഭസാരം നടത്താം. മനുഷ്യനോട് പാപം ഏറ്റുപറയരുത്. അങ്ങനെ പറയാൻ ബൈബിൾ അനുവദിക്കുന്നില്ല. ഭൂമിയിൽ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയത്തക്ക യോഗ്യതയുള്ള ഒരു മനുഷ്യനും ജീവിച്ചിരിപ്പില്ല. എന്നാൽ നിങ്ങളുടെ ശ്വാസത്തിന് തുല്യമായി നിങ്ങളുടെ അടുത്ത് യേശു വന്നിട്ടുണ്ട്. അവനോട് കുംഭസാരം നടത്താം.
പാപങ്ങളെല്ലാം തുറന്നേറ്റു പറയാം. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി യേശു ക്രൂശിൽ മരിച്ചു എന്നും ഉയർത്തെഴുന്നേറ്റുമെന്നുമുള്ള തിരുവചന സത്യങ്ങൾ ഞാൻ കേട്ടു. ഞാനത് വിശ്വസിക്കുന്നു. എന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായി ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. കർത്താവേ, എന്റെ പാപങ്ങൾ ക്ഷമിച്ചതിനാൽ സ്തോത്രം. എന്റെ ജീവിതം അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന സ്വീകരിച്ചതുകൊണ്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രിയ സ്നേഹിതരെ, ഈ സന്ദേശത്തിന് മുമ്പിൽ നിങ്ങൾ കാണിച്ച സഹകരണത്തിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.